ഇസ്ലാം ഈ നാട്ടിൽ 121 കോടി മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യയിൽ അവർ നരകത്തിലെത്തിപ്പെടും എന്ന വേദന നമുക്കുണ്ടാവണം. നമ്മുടെ കഴിവിൽ നിന്നുകൊണ്ട് അറിയുമോ, കെ ഉമർ മൗലവി സാഹിബ് ഓർമ്മകളുടെ തീരത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞാൻ എന്റെ ആത്മകഥ എഴുതുകയല്ല, എന്റെ കുടുംബകഥ എഴുതുകയല്ല, എന്റെ കഥാകഥനം നിങ്ങളുടെ മുമ്പിൽ എഴുതുകയാണ്. സിദ്ധാവായ റബ്ബിനെ ഞാൻ ഉൾക്കൊണ്ടു, പ്രമാണങ്ങളെ ഞാൻ സ്നേഹിച്ചു. എനിക്ക് ജനങ്ങളോട് തൗഹീദ് പറയാൻ എന്റെ പ്രമാണം എന്നെ പ്രാപ്തനാക്കി. അവർ നരകത്തിലേക്കുള്ള റൂട്ട് തെരഞ്ഞെടുത്തത് ഞാൻ കണ്ടു. അവർക്കിടയിലേക്ക് ഇറങ്ങണമെന്ന് എനിക്ക് തോന്നി. കെ ഉമർ മൗലവി സാഹിബേറ്റ ത്യാഗങ്ങളുടെ സുന്ദര സ്മരണകൾ ഓർമ്മകളുടെ തീരത്തുണ്ട്. സയ്യിദ് മൗലവി രണ്ടത്താണി പൊന്നാനിയിൽ പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റേജിലേക്ക് ചട്ടമ്പികൾ കയറി വരികയാണ്, കൂക്ക് വിളിക്കുകയാണ്. RSSകാരല്ല, BJPക്കാരല്ല, ജൂതന്മാരല്ല, ക്രിസ്ത്യാനികളല്ല, കിബിലക്ക് മുമ്പിടുന്ന, സുജൂദ് ചെയ്യുന്ന, നിസ്കരിക്കുന്ന ഉസ്താദുമാരുടെ നേതൃത്വത്തിലെ ചട്ടമ്പികളാണ്. അവർ സയ്യിദ് മൗലവിയുടെ മുഖത്ത് തുപ്പുന്നു, സയ്യിദ് മൗലവിയുടെ ഡ്രസ് അയക്കുന്നു. സത്യം പ്രിയപ്പെട്ടവരെ, സ്റ്റേജിൽ നിന്ന് സയ്യിദ് മൗലവിയുടെ മുണ്ട് പൂർണ്ണമായി അഴിച്ച് അദ്ദേഹം ഉടുത്ത അടിവസ്ത്രത്തിൽ സയ്യിദ് മൗലവി നിൽക്കുകയാണ്. ആളുകൾ കൂടി സയ്യിദ് മൗലവിയെ തല്ലി അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് മാലപ്പടക്കം ചാർത്തി. സയ്യിദ് മൗലവിയുടെ കഴുത്തിൽ നിന്ന് മാലപ്പടക്കം പൊട്ടിക്കൊണ്ടേയിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായ സഖാവ് ഇമ്പിച്ചി ബാബ സാഹിബ് ഓടി സ്ഥലത്തെത്തി. ഹോസ്പിറ്റലിൽ ചെന്ന് സയ്യിദ് മൗലവി ഓവുചാലിൽ മുഖം കമഴ്ന്നു പോയ, ഓവുചാലിലിട്ട് മുക്കി വെള്ളം കുടിപ്പിച്ച ശത്രുക്കൾ സയ്യിദ് മൗലവിയെ വിട്ടയച്ചു, ജീവച്ഛവമാക്കി. സയ്യിദ് മൗലവി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ സഖാവ് ഇമ്പിച്ചി ബാബ ചോദിച്ചു അത്രേ, ആരാണവർ? സയ്യിദ് മൗലവി പറഞ്ഞു, അവരെ എനിക്കറിയാം, പക്ഷേ ഞാൻ പറഞ്ഞു തരില്ല. കാരണം എന്റെ റസൂല് തായിഫിലേറ് കിട്ടി. 10 ദിവസം കാലിൽ നിന്ന് ചോരധാരധാരയാ ഒഴുകി. ആ പ്രവാചകൻ എന്റെ റസൂല് പ്രാർത്ഥിച്ചതാണ്. അത് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനം, നബിയെ ചാണായി മുഴത്തിന് മുഴുമായി പിൻപറ്റിയ മുജാഹിദ് പ്രസ്ഥാനം തീർന്നില്ല. സഖാവ് ഇമ്പിച്ചി ബാബ സാഹിബ് കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരന് ഇവിടെ പ്രസംഗിക്കാം, നിരീശ്വരവാദിക്ക് ഇവിടെ പ്രസംഗിക്കാം, തീവ്രവാദിക്ക് ഇവിടെ പ്രസംഗിക്കാം, മുജാഹിദുകൾക്ക് പ്രസംഗിച്ചുകൂടുന്നോ? ഞാൻ സ്റ്റേജിലിരിക്കും. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കണം, നീതിബോധം നഷ്ടപ്പെട്ടു പോയ പാർട്ടി പ്രവർത്തകർ ഓർക്കണം. AP സുന്നി ഉസ്താദിന്റെ കൂടെ കിട്ടാവുന്ന നക്കപ്പിച്ച തേടി മുജാഹിദുകളുടെ സ്റ്റേജ് ബഹിഷ്കരിക്കുന്നവർ പച്ചയായി ഞാൻ പറയുന്നു. സഖാവ് ഇമ്പിച്ചി ബാബ സാഹിബ് സ്റ്റേജിലിരുന്നു. മുജാഹിദുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശം വകവെച്ചു കൊടുത്തു. സഖാവ് ഇമ്പിച്ചി ബാബ സാഹിബ് സ്റ്റേജിലിരുന്നു. സയ്യിദ് മൗലവി 2 ദിവസം പ്രസംഗിച്ചു. 2 ദിവസം കെ ഉമർ മൗലവി സാഹിബിനെ ക്ഷണിച്ചു. ഉമർ മൗലവി സഖാവ് ഇമ്പിച്ചി ബാബയുടെ വീട്ടിൽ പോയി കാണാൻ. അന്നത്തെ അനുഭവം, സഖാവ് ഇമ്പിച്ചി ബാബയുടെ വീട്ടിലെ അനുഭവം ഉമർ മൗലവി ഓർക്കുകയാണ്. ഉമർ മൗലവി പറയുകയാണ്, ഞാൻ അവിടെ ചെന്നപ്പോ സഖാവ് ഇമ്പിച്ചി ബാബ സാഹിബില്ല, സഖാവ് ഇമ്പിച്ചി ബാബ സാഹിബില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് അവിടെയുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ, ആ ഭാര്യ പോരുമ്പോ എന്റെ നേരെ കുറച്ച് പണം വെച്ച് നീട്ടി. ഞാൻ അത്ഭുതപ്പെട്ടു. ഇവിടെ ഞാൻ ഗൗരവമായ കുറച്ച് വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ വരുന്ന കാലഘട്ടത്തിലെ നമ്മുടെ പണ്ഡിതന്മാരുടെ ത്യാഗങ്ങളുടെ കഥ. ഈ സദസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഒരു ഇൽമിയായ സദസ്സിലാണ് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഒരു കല്യാണ വീട്ടിലേക്കല്ല, മറിച്ചൊരു വിജ്ഞാന സദസ്സിലേക്കാണ് നാം ഓരോരുത്തരും വരുന്നത് എന്ന കൃത്യമായ ഒരു ബോധം നമുക്കുണ്ടാവണം. ഇവിടെ നടന്ന ഓരോ പ്രസംഗങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചവരുണ്ടാകും, ശ്രദ്ധ പല ദിക്കുകളിലേക്ക് മാറിപ്പോയവരുമുണ്ടാകും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് വളരെ ഗൗരവമായി. അങ്ങനെ മഹാനായ സയ്യിദ് മൗലവി രണ്ടത്താണി പൊന്നാനിയിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. സരസമായി പ്രസംഗിച്ച ഒരു പണ്ഡിതൻ മൗലൂദുകളും അതുപോലെ മാലപ്പാട്ടുകളും ചൊല്ലി അതിലെ ശിർക്കിന്റെ വരികൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതി
ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമ്പുഷ്ടമായ പ്രസംഗമായിരുന്നു മഹാനായ സയ്യിദ് മൗലവി രണ്ടത്താണി. ഇവിടെ ഇരിക്കുന്ന സഹോദരീ സഹോദരന്മാരോട് സയ്യിദ് മൗലവി രണ്ടത്താണി സഖാവ് ഇമ്പിച്ചി ബാബാ സാഹിബിനോട് പറഞ്ഞു, അവർക്ക് പൊറുക്കലിനെ തേടുകയാണ് ഞാൻ. അല്ലാഹുമ്മ ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. ഈ സംഭവത്തിന് ശേഷം സഖാവ് ഇമ്പിച്ചി ബാബാ സാഹിബിന്റെ സാന്നിധ്യത്തിൽ 2 ദിവസം ഉമർ മൗലവിയും സയ്യിദ് മൗലവിയും അവിടെ പ്രസംഗിക്കുകയുണ്ടായി. വളരെ ഗൗരവമായ പ്രസംഗമായിരുന്നു അന്ന് ഉമർ മൗലവി സാഹിബ് നടത്തിയത്. സയ്യിദ് മൗലവി എന്ന മഹാനായ സാരസമ്പുഷ്ടമായി ഖുർആനും സുന്നത്തും ജനങ്ങളെ പഠിപ്പിച്ച മനുഷ്യനാക്രമിച്ച ദേഷ്യവും സങ്കടവും ഉമർ മൗലവിയുടെ പ്രസംഗത്തിൽ നേലിച്ചു നിന്നു. കോപാകുലനായി ഗൗരവമായി ഈ സമൂഹത്തെ അദ്ദേഹം ബോധവൽക്കരിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വളരെ ഗൗരവമായി നാം മനസ്സിലാക്കുക, സഖാവ് ഇമ്പിച്ചി ബാബാ സാഹിബിന് നന്ദി പറയാൻ വേണ്ടി ഉമർ മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. അന്ന് ഇമ്പിച്ചി ബാബാ സാഹിബ് അവിടെ ഉണ്ടായിരുന്നില്ല. കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇമ്പിച്ചി ബാബാ സാഹിബിന്റെ ഭാര്യ കൊടുത്ത ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇമ്പിച്ചി ബാബാ സാഹിബിന്റെ ഭാര്യ ഉമർ മൗലവിന്റെ കൈകളിൽ കുറച്ച് പൈസ വെച്ചു കൊടുത്തു. ഞെട്ടലോടെ ഉമർ മൗലവി ചോദിച്ചു, ഇതെന്താണ്? മുസ്ലിയാക്കന്മാർക്ക് കൊടുക്കുന്ന പോലെ ഒരു കൈമടക്ക്. ശ്രദ്ധിച്ചോളൂ മുജാഹിദ് പ്രവർത്തകരെ, പുതിയ തലമുറയിൽപ്പെട്ടവരെ, നമുക്കറിയാത്ത കഥയാണ് പറയുന്നത്, നാം കേട്ടിട്ടില്ലാത്ത കഥയാ പറയുന്നത്. ഉമർ മൗലവിയുടെ കൈകളിലേക്ക് അല്പം പണം കൊടുത്തപ്പോ ഉമർ മൗലവി സഖാവ് ഇമ്പിച്ചി ബാബ, കമ്മ്യൂണിസ്റ്റുകാരനായ സഖാവ് ഇമ്പിച്ചി ബാബ സാഹിബിന്റെ ഭാര്യ കൊടുത്ത പണം എന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, ഉമർ മൗലവിയുടെ സൽസബിയിൽ മാസിക ഉണ്ടല്ലോ, അതിന്റെ വായനക്കാരിയും അത് വരുത്തുന്നവളും ആകുന്നു സഖാവ് ഇമ്പിച്ചി ബാബാ സാഹിബിന്റെ ഭാര്യ എന്ന വാർത്ത ഉമർ മൗലവി അറിയുകയാണ്. സഖാവ് ഇമ്പിച്ചി ബാബാ സാഹിബ് പിന്നീട് ആരുമറിയാതെ സ്വകാര്യമായി ഹജ്ജ് ചെയ്ത കഥയും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ കടന്നു വന്നപ്പോ സഹോദരങ്ങളെ നിങ്ങൾക്കറിയാം, അന്ധവിശ്വാസത്തിലായിരുന്നു ഈ ജനത. അലവി മൗലവി സാഹിബ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ, ഹദീസ് നിഷേധിച്ച് നേതൃത്വം നൽകുന്ന ഈ മനുഷ്യന്റെ ആദരണീയനായ പിതാവായിരുന്നു അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവായിരുന്നു അലവി മൗലവി സാഹിബ്. സരസമായി പ്രസംഗിക്കുകയും ത്യാഗം ചെയ്തിട്ടുള്ള പണ്ഡിത കേസരിയായിരുന്നു അലവി സാഹിബ്. അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസംഗിക്കവേ ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനെന്ന വ്യാജേനെ അദ്ദേഹത്തെ ഒരു മറ്റേ യുവാക്കൾ കൊണ്ടുപോവുകയാണ്. ഇന്നത്തെ മുജാഹിദുകളെ എവിടെയെങ്കിലും ഒരു ഏറ് നടന്നാൽ, ഒരു കല്ലേറ് നടന്നാൽ വലിയ കാര്യമായി പെരുപ്പിച്ചു പറയുന്നവരെ ഓർക്കണം, അലവി മൗലവി സാഹിബിനെ ഒരു പറ്റ യുവാക്കൾ രക്ഷിക്കാനെന്ന വ്യാജേനെ കൊണ്ടുപോവുകയാണ്. വളരെ വിദൂരമായ വിജനതയിൽ കൊണ്ടുപോയി അലവി മൗലവി സാഹിബിനോട് പറഞ്ഞു, എടാ ഞങ്ങൾ നിന്റെ ആളല്ല, നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണ്. അലവി മൗലവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ എങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് ആ കാര്യം? 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം നൽകണം. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ 2 റക്അത്ത് നമസ്കരിക്കാൻ എനിക്ക് അവസരം നൽകണമെന്ന് അലവി മൗലവി പറഞ്ഞു. അപ്പോഴേക്ക് മണത്തറിഞ്ഞ പോലീസുകാർ അവിടെ എത്തി. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഉമർ മൗലവി സാഹിബിനോട് കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് വിരോധമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പുതുതായി കടന്നു വന്നവർക്ക് ഉമർ മൗലവി ആരാണെന്നറിയില്ല. ഓർമ്മകളുടെ തീരത്ത് വായിച്ചാലറിയാം, നീണ്ട 1 വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന ത്യാഗനിർഭരമായ പോരാട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. യുക്തിവാദികൾക്കെതിരെ അദ്ദേഹം എഴുതി, നിരീശ്വരവാദികൾക്കെതിരെ അദ്ദേഹം എഴുതി, മതത്തെ എതിർക്കുന്നവർക്കെതിരെ അദ്ദേഹം എഴുതി, ഖാദിയാനികൾക്കെതിരെ അദ്ദേഹം എഴുതി, മതതീവ്രവാദികൾക്കെതിരെ അദ്ദേഹം എഴുതി, അല്ലാഹുവിന്റെ ഖുർആനിനെതിരെ പടപൊരുതിയ തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന് എഴുതിയ പൗരോഹിത്യത്തിനെതിരെ അദ്ദേഹം പടപൊരുതി, ഹദീസ് നിഷേധിയായ CNN-നെതിരെ അദ്ദേഹം പടപൊരുതി, അതുപോലെ അക്ഷയകന്നൂരിനെതിരെ അദ്ദേഹം പടപൊരുതി.